ഭാരത സൈന്യത്തെ അവഹേളിച്ച ആന്റണിയെ മുൻ പ്രതിരോധ മന്ത്രി എ.കെ. ആന്റണി പിന്തുണച്ചത് കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ നിലപാടുകൾക്ക് ഉദാഹരണമെന്ന് പത്തനംതിട്ടയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി. ലവ് ജിഹാദ് കേരളത്തിൽ യാഥാർത്ഥ്യമെന്നും അത് ചൂണ്ടിക്കാണിക്കുന്ന കേരള സ്റ്റോറി ക്രിസ്ത്യൻ സഭകൾ പ്രദർശിപ്പിക്കുന്നത് സ്വാഗതാർഹമെന്നും അനിൽ കെ ആന്റണി ജനം ടിവിയോട് പറഞ്ഞു. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ടയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ പിതാവ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രചാരണത്തിന് വേണ്ടി പത്തനംതിട്ടയിൽ വരേണ്ട ആവശ്യമില്ല, ആന്റോ ആന്റണി പുഷ്പം പോലെ ജയിക്കും, തന്റെ മകൻ ബി.ജെ.പിക്ക് വേണ്ടി മത്സരിക്കുന്ന മകൻ തോൽക്കേണ്ടതുണ്ട് എന്നുള്ളൊരു പ്രസ്താവനയാണ് അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ വാക്കുകളായിട്ട് പ്രതികരണമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യത്തിൽ അദ്ദേഹം പ്രതികരിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്ന ഒരു പ്രതികരണത്തിൽ? ശ്രീ എ.കെ. ആന്റണി എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള വ്യക്തിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കുടുംബം വേറെ രാഷ്ട്രീയം വേറെ. ഇന്ന് ഞാൻ ലോകത്തിലെ ഏറ്റവും ജനസമ്മതനായ നേതാവ്, ഇന്ന് ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു മാസ് നേതാവ്, ഇന്ന് ലോകം അതുപോലെ ഇന്ത്യ പൂർണ്ണ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്ത ശ്രീ നരേന്ദ്രമോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ജനാധിപത്യപരമായ രീതിയിൽ ബി.ജെ.പി ജയിച്ചു. ഈ തെരഞ്ഞെടുപ്പിലും ഒരു കാര്യം ആദ്യം തന്നെ ഞാൻ വളരെ വ്യക്തമായി പറയാം. ശ്രീ നരേന്ദ്രമോദിജിയോടുള്ള വിശ്വാസം കാരണം ഈ തെരഞ്ഞെടുപ്പിലും 370-ലധികം സീറ്റുകളോടെ ഭാരതീയ ജനതാ പാർട്ടി തിരിച്ചു വരും. 400-ലധികം സീറ്റുകളോടെ എൻ.ഡി.എ തിരിച്ചു വരും. ഈ തെരഞ്ഞെടുപ്പിലും 2019-ലും 2014-ലും അതേപോലെ തന്നെ അതിനേക്കാൾ ദയനീയമായ സ്ഥിതിയിൽ ശ്രീ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ ഇന്ത്യൻ ജനത ചവിറ്റുകൊട്ടയിലേക്ക് എറിയും. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ലഭിക്കാതെ, കാര്യം പ്രതിപക്ഷ നേതാവ് പാർലമെന്റിനകത്തൊരു പ്രതിപക്ഷ നേതാവ് വേണമെങ്കിൽ 10% വോട്ട് വേണം, 10% സീറ്റ് വേണം. ഈ ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പോലും അർഹമല്ലാത്ത രീതിയിൽ ഈ കോൺഗ്രസ് പാർട്ടിയെ ഇന്ത്യൻ ജനത തോൽപ്പിച്ചത് ഇതുപോലെയുള്ള രാജ്യവിരുദ്ധ നയങ്ങൾ കാരണമാണ്. ഇന്ന് ഞാൻ കോൺഗ്രസ് പാർട്ടി വിട്ടത് ആ BBC ഡോക്യുമെൻ്ററി കഴിഞ്ഞപ്പോൾ ഇവരുടെ രാജ്യവിരുദ്ധ നയങ്ങൾ കാരണമാണ്. അത് കഴിഞ്ഞിട്ട് രാജ്യവിരുദ്ധമായ ഈ കോൺഗ്രസ് പാർട്ടി പിന്നെയും ഈ രാജ്യവിരുദ്ധത തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത നാളുകളിൽ എനിക്ക് എതിരെ മത്സരിക്കുന്ന ഇവരുടെ ഏറ്റവും വലിയ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ ലോകം മുഴുവൻ നടന്ന രാജ്യവിരുദ്ധതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവിടെ ആന്റോ ആന്റണി, ഇപ്പോൾ ശ്രീ ആന്റണി ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യുന്ന ആന്റോ ആന്റണി, അദ്ദേഹം ചില ന്യൂനപക്ഷ വോട്ടുകൾ, ചില തീവ്ര മനോഭാവമുള്ള മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ചു, അദ്ദേഹം ഇന്ത്യൻ ഭടന്മാരെ അവഹേളിച്ചു, പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശി അദ്ദേഹം ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഇന്ത്യയെ തന്നെ ചതിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഈ ആന്റോ ആന്റണി. അപ്പോൾ ഒരു പഴയ ഡിഫൻസ് മിനിസ്റ്റർ ഇതുപോലെ രാജ്യത്തെ ഇന്ത്യൻ സൈന്യത്തെയും ഇന്ത്യൻ ഭടന്മാരെയും അവഹേളിച്ച് പാകിസ്ഥാനെ വെള്ളപൂശാൻ ശ്രമിച്ച ഒരു രാജ്യചതിയനായ ഒരു MP-ക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത് കാണുമ്പോൾ എനിക്ക് ഇവരോടെല്ലാം സഹതാപമാണ് തോന്നുന്നത്. ഇതൊക്കെ കാരണം തന്നെയാണ് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നത്. ഇതുപോലെ രാജ്യവിരുദ്ധത പറഞ്ഞുകൊണ്ട് നടക്കുന്ന രാജ്യവിരുദ്ധരായ ഈ പാർട്ടിയെ ഇന്ത്യൻ ജനത ഇപ്രാവശ്യം ഒരു പാഠം പഠിപ്പിക്കും. 2014-ലും 2019-ലെ അതേപോലെ തന്നെ 2024-ലും ഒരു പ്രതിപക്ഷ സ്ഥാനം പോലും ഇല്ലാത്ത രീതിയിൽ പിന്നെയും തോൽപ്പിക്കും. ഇത് ഗ്യാരണ്ടിയാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രതിരോധ മന്ത്രിയാണ് ഇപ്പോൾ രാജ്യവിരുദ്ധ പരാമർശം നടത്തിയ ആന്റോ ആന്റണിക്ക് ഒരു പിന്തുണ, അദ്ദേഹം പുഷ്പം പോലെ ജയിക്കുമെന്നുള്ള പരാമർശം നടത്തിയിരിക്കുന്നത്. ആ കാര്യം ഒന്ന് എടുത്തു പറയുമ്പോൾ ഇതിനകത്ത് ഇതൊക്കെ കാരണമാണ് കോൺഗ്രസ് പാർട്ടിയുടെ സിറ്റുവേഷൻ വളരെ ദുഃഖകരമാണെന്ന് ഞാൻ പറയുന്നത്. അതായത് രാജ്യത്തെ തന്നെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ച, ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ച, ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി തീവ്രവാദികളെ തന്നെ വെള്ളപൂശാൻ ശ്രമിച്ച ഒരാൾക്ക് വേണ്ടി കോൺഗ്രസിന്റെ ഒരു ഡിഫൻസ് മിനിസ്റ്റർ സംസാരിക്കുന്നത്, ഇത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിഷയം. ഇത് കാരണം തന്നെയാണ് ഇന്ത്യൻ ജനത 3-ാം പ്രാവശ്യവും ഈ പാർട്ടിയെ ചവറ്റുകൊട്ടയിലേക്ക് എറിയാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവ ചർച്ചയാകുന്ന മറ്റൊരു വിഷയമാണ് ഈ കേരള സ്റ്റോറിയും അത് പറഞ്ഞു വെക്കുന്ന വിഷയം. ഇടുക്കി രൂപതയും ഒപ്പം തന്നെ തലശ്ശേരി രൂപതയും ഈ സിനിമകൾ യുവതി യുവാക്കൾക്കിടയിൽ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രദർശിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയൊക്കെ ചെയ്തു. ആ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ ലവ് ജിഹാദ് എന്നുള്ളതും ഇത് കേരളത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ ഇന്നത്തെ സിറ്റുവേഷൻ നോക്കിയാൽ പല അവസരങ്ങളും ഇത് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. പല മലയാളി പെൺകുട്ടികളെ, അതുപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ കപട പ്രേമം നടിച്ച് പലരും വശീകരിച്ചിട്ടുണ്ട്, അവരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു വാസ്തവമാണ്. ഇതിന് ഒരുപാട് കേസുകൾ നിലവിലുണ്ട്. അപ്പോൾ ഇന്ന് പുതിയ ക്രിമിനൽ കോഡ് നിങ്ങൾ വായിച്ചു കാണും. അമിത്ഷാജി പാർലമെൻറ്റിൽ മൂവ് ചെയ്ത കോഡാണ്. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ കപട പ്രേമം നടിച്ച് വനിതകളെ വഞ്ചിക്കുന്നവർ, അവർക്കെതിരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷനുണ്ട്. അത് കേരളത്തിലും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് പറയുന്ന ഒരു സ്റ്റോറിയാണത്.
ഇത് ഇവിടെ പലരും പ്രദർശിപ്പിക്കുന്നു. കാര്യം അവരുടെ ഭീതിയും ഭയവും കാരണമാണ് അവർ ഇത് കൂടുതൽ അവെയറാക്കാൻ, സമൂഹത്തിൽ അവെയറാക്കാൻ അവർ ശ്രമിക്കുന്നത്. പക്ഷേ അവർ ഇത് തടയാൻ ശ്രമിക്കുന്നത് ഇത് കോൺഗ്രസിൻ്റെ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതായത് എസ് ഡി പി ഐ പോലത്തെ ഇപ്പം തീവ്രവാദ മനോഭാവമുള്ളവരുമായിട്ട് PFI പോലത്തെ തീവ്രവാദ മനോഭാവമുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ്. SDPI പോലത്തെ തീവ്രവാദ മനോഭാവമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ്. അത് കാരണം ഇവരുടെ മൈൻഡ് സെറ്റ് ഇന്ന് ഇവർ കാണിക്കുന്നു, ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ ജനങ്ങളോടാണ് എനിക്കിന്ന് പറയാനുള്ളത്, ഇതുപോലെ തീവ്രവാദികളെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന, ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന പുരോഹിതരെ പോലും അവഹേളിക്കുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ ഈ കൂടുതൽ ക്രിസ്ത്യൻ സഭകളൊക്കെ ഇങ്ങനെ ഒരു പ്രദർശനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അനുകൂലമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അങ്ങനെ വേണം എന്ന് തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും എല്ലാവരും കാണേണ്ട സിനിമയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് സുനിശ്ചിതമായിട്ടുള്ള ഒരു വിജയം NDAക്ക് ഉണ്ടാകും. അത് പത്തനംതിട്ടയിലും ആവർത്തിക്കുക തന്നെ ചെയ്യും. NDAയുടെ സ്ഥാനാർത്ഥി LK ആന്റണി പത്തനംതിട്ടയിൽ വിജയിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ കേരള സ്റ്റോറി വിഷയത്തിലും അത് പ്രദർശിപ്പിക്കേണ്ട യുവകൾക്കിടയിൽ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി കാണിക്കേണ്ട സിനിമയാണെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി.